ഹായ് ഷമീം സാറാണ്. ഇന്ന് മാഷിദിന് ഓടി വന്നതെന്നറിയോ? നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും മാഷിന്ന് ഒരൊറ്റൊരു വീഡിയോയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാൻ പോവാ. അപ്പൊ എല്ലാവരും ഇതിനു വേണ്ടി റെഡിയാണോ? നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അതിന് മുമ്പ് മാഷി ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതുപോലെ പോയിന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, അവരെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി കൂട്ടോ. അങ്ങനെ നമുക്ക് തുടങ്ങാം. ഇതേ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താ? ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ എന്നാണല്ലേ. ഈ ചാപ്റ്ററിൽ നമ്മള് ഫ്രാക്ഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്, ഭിന്നസംഖ്യകളെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ഭിന്നസംഖ്യകൾ? ഇത്തരത്തിലുള്ള സംഖ്യകളാണ് ഭിന്നസംഖ്യകൾ. ഇവയുടെ പ്രത്യേകത എന്താ? ഒരു വര ഉണ്ടാവും, അതിന് മുകളിൽ ഒരു സംഖ്യ ഉണ്ടാവും, താഴെ ഒരു സംഖ്യ ഉണ്ടാവും അല്ലെ. ഒരു വര, അതിന് മുകളിൽ ഒരു സംഖ്യ, താഴെ ഒരു സംഖ്യ അല്ലെ. മുകളിൽ ഒരു നമ്പർ, താഴെ ഒരു നമ്പർ. ഇതിൽ മുകളിലുള്ള നമ്പർ നമ്മൾ എന്തോ വിളിക്കല്ലോ? ന്യൂമറേറ്റർ എന്ന് വിളിക്കും, മലയാളത്തില് അംശം എന്ന് വിളിക്കും. താഴെ സംഖ്യ നമ്മൾ എന്താ വിളിക്കുക? ഡിനോമിനേറ്റർ എന്ന് വിളിക്കും, മലയാളത്തിൽ ഛേദം എന്ന് വിളിക്കും. അങ്ങനെയാണ് ഇത്. ഇവിടെ വേറെ ഭിന്നസംഖ്യ ഉണ്ടല്ലോ, ഇതിന്റെ അംശം എന്താ? ന്യൂമറേറ്റർ എന്താ? 2. ഇതിന്റെ ഡിനോമിനേറ്റർ എന്താ? ഛേദം എന്താ? 3. വളരെ സിമ്പിൾ ആണല്ലേ. പക്ഷെ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് അറിയോ? രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാ. ഞാൻ ഇവിടെ രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്, ഇവ തമ്മിൽ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്, ഗുണിക്കാണല്ലേ. എങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാ? രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാ? വളരെ സിമ്പിൾ ആണ്. എങ്ങനെ അറിയോ? അതിന്റെ മുകളിലുള്ളതും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാ, മുകളിലുള്ളതും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാ, ഇങ്ങോട്ട് ഒരു ഭാഗ്യം ഇട്ട് കൊടുക്കുക. പിന്നെ താഴെയുള്ളതും മൾട്ടിപ്ലൈ ചെയ്യാ, താഴെയുള്ളതും മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ വേണം നമ്മൾ ഇത് ഈ രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ. എന്താ ചെയ്തത്? മുകളിലുള്ളതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, താഴെയുള്ളതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. വളരെ സിമ്പിൾ അല്ലേ? 3 into 2 എന്താ? 3 into 2 6. അതേപോലെ 4 into 3 12. ഇത്രേ ഉള്ളൂ. അതിന്റെ ഉത്തരം കിട്ടി. രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഇതേ നമ്മൾ ഉത്തരം എഴുതി. അങ്ങനെ ഇതേ ഇവിടെ വേറെ രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, ഇവ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? മുകളിലുള്ളതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, മുകളിലുള്ളതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു ബൈറ്റ് കൊടുത്തിട്ട് താഴെയുള്ളതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 4ഉം 3ഉം. അപ്പോ 1 into 2 2, 4 into 3 12. ഇതേ അതിന്റെ ഉത്തരം നമുക്ക് കിട്ടി. നമ്മൾ ഇത് ഈ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം എഴുതി, ഈ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം എഴുതി. വളരെ സിമ്പിൾ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം ഇവിടെ നോക്കിക്കേ. ഇവിടെ എന്താ തന്നത്? ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസിന് നമ്മൾ എന്താ വിളിക്കുക? ഇവിടെ ഒരു സാധാരണ സംഖ്യ ഉണ്ട്, അതിന്റെ അടുത്ത് ഒരു ഭിന്നസംഖ്യയും ഒരു ഫ്രാക്ഷൻ എഴുതിയിട്ടുണ്ട്, ഒരു നാച്ചുറൽ നമ്പർ അതിന്റെ അടുത്ത് ഒരു ഫ്രാക്ഷൻ എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസിനെ നമ്മൾ ഒരു പേര് വിളിക്കും. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ഇത്തരത്തിലുള്ള ഫ്രാക്ഷനെ നമ്മൾ വിളിക്കുന്നതാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്ന എന്ന് വിളിക്കും. എന്താണ്? മിക്സ്ഡ് ഫ്രാക്ഷൻ. ഇതിൽ എന്തൊക്കെയുണ്ട്? ഒരു സാധാരണ സംഖ്യ ഉണ്ട്, ഒരു ഭിന്ന സംഖ്യ ഉണ്ട് അല്ലേ. നമ്മൾ ഇനി പഠിച്ചിരിക്കേണ്ടത് ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ, ഒരു സാധാരണ മിശ്ര ഭിന്നത്തെ എങ്ങനെ സാധാരണ ഭിന്നമാക്കാം, ഒരു മിശ്ര ഭിന്നത്തെ എങ്ങനെ സാധാരണ ഭിന്നമാക്കാം, ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ എങ്ങനെ ഒരു സാധാരണ ഫ്രാക്ഷൻ ആക്കാന്നാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. സാധാരണ ഫ്രാക്ഷന്റെ പ്രത്യേകത എന്താ? ഒരു ബൈയും അതിന്റെ മുകളിൽ സംഖ്യയും താഴെ സംഖ്യയും അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയാണോ? അല്ല. ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, അതിന്റെ കൂടെ ഒരു സംഖ്യയും കൂടി ഉണ്ട്, രണ്ടും കൂടി അടുപ്പിച്ച് ചെയ്താ. അപ്പൊ ഇതിനെങ്ങനെ ഒരു സാധാരണ ഫ്രാക്ഷൻ ആക്കി ചെയ്താ? വളരെ സിമ്പിൾ ആണ്. ഇത് നോക്കിക്കേ, ഒരു ഫ്രാക്ഷനും അതുപോലെ സാധാരണ സംഖ്യയും അടുത്തടുത്ത് എഴുതിയതല്ലേ മിശ്ര ഭിന്നവും അല്ലെ, അതല്ലേ മിക്സ്ഡ് ഫ്രാക്ഷൻ. അതിലുള്ള ആ ഫ്രാക്ഷനെ നമ്മൾ ഒരു തവണ താഴോട്ട് എടുത്ത് എഴുതുക, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂ? ഇനി ഒരു സാധാരണ സംഖ്യ കൂടി ഇല്ലേ, ആ സാധാരണ സംഖ്യയെ നമ്മൾ ഇതിന്റെ മുകളിലുള്ളതായിട്ട് കൂട്ടണം. പക്ഷെ വെറുതെ കൂട്ടാൻ പറ്റില്ല. സാധാരണ സംഖ്യനെ മുകളിലുള്ളതായിട്ട് വെറുതെ കൂട്ടാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയൂ? ഇത് നമ്മുടെ ഫ്രാക്ഷന്റെ താഴെയുള്ളതായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം കൂട്ടാൻ. ഇതിനെ ഫ്രാക്ഷന് താഴെയുള്ളതായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ മുകളിലായിട്ട് കൂട്ടാൻ. അപ്പൊ 2നെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ മുകളിലുള്ള 3 ആയിട്ട് കൂട്ടാൻ, പ്ലസ് ചെയ്യാൻ. അപ്പൊ എന്താ? 2 into 4 എന്താ? 2 into 4 എന്ന് വെച്ചാൽ 8 ആണ് അല്ലേ. അപ്പൊ 3 + 8/4 എന്ന് കിട്ടും.
3 + 8 എന്താ 11/4 നമുക്ക് ഇതിനെ എഴുതാം. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ നമ്മൾ വെറും ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ മിക്സ്ഡ് ഫ്രാക്ഷനെയും ഈ മിശ്ര ഭിന്നത്തെയും ഒരു ഫ്രാക്ഷൻ ആക്കിയിട്ട് നിങ്ങൾ താഴോട്ട് എഴുതണം. ഇതിന്റെ ഉത്തരം എല്ലാ മക്കളും നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ ചെയ്തിടാം കേട്ടോ. ഇത് നമ്മളിവിടെ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ ഒരു സാധാരണ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഉത്തരം കണ്ടെത്തി. അതേപോലെ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെയും ഇതേപോലെ ഒരു സാധാരണ ഫ്രാക്ഷൻ ആക്കിയിട്ട് എല്ലാ മക്കളും ഉത്തരം നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വേറെ തരത്തിലുള്ള ഒരു ചോദ്യം പരിചയപ്പെടാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ ചെയ്തത്? ഒരു മിക്സ്ഡ് ഫ്രാക്ഷനും തമ്മിൽ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് അല്ലേ? മിക്സ്ഡ് ഫ്രാക്ഷനും തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ എന്ന് പഠിച്ചു അല്ലേ? മുകളിൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അവിടെ ഇതാ, എന്നിട്ട് വൈകിട്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യുക, അവിടെ ഇതാ. അങ്ങനെ എല്ലായിരുന്നു നമ്മൾ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തത്. അങ്ങനെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനും തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാ? ഇത് നോക്കിക്കേ, ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതിയാല് പിന്നെ ഫ്രാക്ഷനും മാത്രം മൾട്ടിപ്ലൈ ചെയ്യാലാവൂലേ? 2 3/4 എങ്ങനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം? നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. 2 3/4 ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതിയാൽ 11/4 ആവും. അപ്പൊ ഇതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതിയാൽ 11/4 എന്ന് കിട്ടും. പിന്നെന്തായി? ഇതിനെ നമ്മൾ ഒരു സാധാരണ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രണ്ട് ഫ്രാക്ഷൻസിന് തമ്മിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യലുള്ളൂ. ഇപ്പൊ രണ്ട് ഫ്രാക്ഷൻസിന് തമ്മിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യലുള്ളൂ. 2 3/4 നമ്മള് 11/4 എഴുതി. ഇൻറ്റു അതേപോലെ താഴോട്ട് എഴുതി. 2/3 അതേപോലെ താഴോട്ട് എഴുതി. കണ്ടോ? ഇപ്പൊ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മാത്രമേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാലോ. എങ്ങനെ ചെയ്യാ? മുകളിലുള്ളതും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിലുള്ളതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. വഴിയിട്ടിട്ട് താഴെയുള്ളതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 11 × 2 22, 4 × 3 12. ഇത് തന്നെയാണ് ഇതിന്റെ ഉത്തരം. നമ്മളൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ തമ്മിൽ ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്തല്ലോ. എന്താ ചെയ്തത്? മിക്സ്ഡ് ഫ്രാക്ഷനെ ആദ്യം ഫ്രാക്ഷൻ ആക്കിയിട്ട് താഴോട്ട് എഴുതി. ഇപ്പൊ എന്തായി? ഒരു ഫ്രാക്ഷനും തമ്മിൽ മാത്രം മൾട്ടിപ്ലൈ അല്ലായി. ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ നമുക്കറിയാം. മുകളിലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതോടെ എഴുതുക. ഒരു ബൈറ്റിട്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യുക, അവിടെ എഴുതുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് നോക്കിക്കേ. എന്താണ് റെസിപ്രോക്കൽ, എന്താണ് വിൽക്രമെന്ന് നമുക്ക് പഠിക്കാം. ഇതും സിമ്പിൾ ആട്ടോ. എന്താണ് വിൽക്രമം എന്നറിയോ? ഇപ്പൊ ഞാനിവിടെ 2/3 എന്നുള്ള ഒരു ഫ്രാക്ഷൻ എഴുതി, 2/3 എന്നുള്ള ഒരു ഭിന്നസംഖ്യ എഴുതി. ഇതിന്റെ റെസിപ്രോക്കൽ എന്താന്ന് ചോദിച്ചാൽ, അഥവാ വിൽക്രമം എന്താണ് ചോദിച്ചാൽ എങ്ങനെയാ എഴുതുക? അതിന്റെ മുകളിലുള്ളത് താഴായിട്ടും താഴെയുള്ളത് മുകളിലുമായിട്ട് നമ്മൾ വേറൊരു ഭിന്നസംഖ്യ എഴുതിയാൽ മതി. എന്താ ചെയ്യുന്നത്? മുകളിലുള്ളത് താഴോട്ടും താഴെയുള്ളത് മുകളിലോട്ടും ഈ രീതിയിൽ എഴുതിയാൽ മതി. ഇതാണ് അതിന്റെ റെസിപ്രോക്കൽ, വിൽക്രമം. അങ്ങനെയാണെങ്കിൽ 5/2 എന്നുള്ളതിന്റെ വിൽക്രമം എന്താ ചോദിച്ചാൽ എന്താ പറയാ? അതിന്റെ മുകളിലുള്ളത് താഴെയായിട്ടും മുകളിലുള്ളത് താഴെയായിട്ടും താഴെയുള്ളത് മുകളിലായിട്ടുള്ള വേറൊരു ഫ്രാക്ഷൻ എഴുതിയാൽ മതി, വേറൊരു ഭിന്നസംഖ്യ എഴുതിയാൽ മതി. ഇതാണ് ഇതിന്റെ വിൽക്രമം, റെസിപ്രോക്കൽ. അങ്ങനെ ഏറ്റവും അവസാനം ഒരു എക്സാമ്പിളും കൂടി പറയാം. 6/9 ഇതിന്റെ വിൽക്രമം എന്താ ചോദിച്ചാൽ എങ്ങനെ പറയാ? വിൽക്രമം താഴെയുള്ളത് മുകളിലും മുകളിലുള്ളത് താഴെയായിട്ട് വേറൊരു ഫ്രാക്ഷൻ എഴുതിയാൽ മതി, വേറൊരു ഭിന്നസംഖ്യ എഴുതിയാൽ മതി. അതാണ് ഇതിന്റെ റെസിപ്രോക്കൽ. ഇതിന്റെ റെസിപ്രോക്കൽ ആണ് ഇത്. വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ വിൽക്രമം ഏതാ? ഇത് നമ്മൾ എഴുതിയല്ലോ. ഇത് എന്തിനാണ് മാഷിപ്പ പറഞ്ഞതെന്ന് അറിയോ? ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഭിന്നസംഖ്യകൾ തമ്മിലുള്ള ഡിവിഷൻ ചെയ്യാൻ. അതെങ്ങനെയാണെന്ന് നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നത്. നോക്കിക്കേ, ഇവിടെ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാണ് അല്ലേ? രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഇതെങ്ങനെ ചെയ്യാ? ഇതിന്റെ ഉത്തരം എങ്ങനെ ചെയ്യാ? സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ആദ്യത്തെ സംഖ്യനെ അതേപോലെ താഴോട്ടെടുത്ത് എഴുതാ. രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാനല്ലേ നമുക്കറിയാത്തത്. പക്ഷെ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയില്ലേ? ഇത്രേ ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ ഡിവൈഡ് ചെയ്യാനും സിമ്പിൾ ആയിരിക്കും. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ താഴോട്ട് എടുത്ത് എഴുതുക. പക്ഷെ രണ്ടാമത്തെ സംഖ്യനെ അതേപോലെ താഴോട്ട് എടുത്ത് എഴുതരുത്. രണ്ടാമത്തെ സംഖ്യയുടെ റെസിപ്രോക്കൽ, അതിനെ തല കുത്തനെ വെച്ചത് താഴോട്ട് എടുത്ത് എഴുതുക. അതിന്റെ റെസിപ്രോക്കൽ താഴോട്ട് എടുത്ത് എഴുതുക. 2/3 മാഷ് നേരെ തല കുത്തനാക്കിയിട്ട് മുകളിലുള്ളത് താഴെയും അതേപോലെ താഴെയുള്ളത് മുകളിലായിട്ട് തല കുത്തനെ എഴുതി. ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ സംഖ്യനെ തല കുത്തനെ എഴുതുക. രണ്ടാമത്തെ സംഖ്യനെ തല കുത്തനെ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താല് നമുക്ക് രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാം. എങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുക? രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തേതിനെ അതേപോലെ ഇട്ട് കൊടുക്കുക. രണ്ടാമത്തേതിനെ തല കുത്തനെ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണ് രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുക.
സിമ്പിൾ അല്ലേ? അപ്പൊ ഡിവൈഡ് ചെയ്യണതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? തല കുത്തനിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ? ഇതേ മൾട്ടിപ്ലിക്കേഷൻ ആയി. മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാ? മുകളിലുള്ളതും മുകളിലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിലുള്ളതും മുകളിലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ബൈ ഇട്ടിട്ട് താഴെയുള്ളതും താഴെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയുള്ളതും താഴെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 9, 4 × 2 8. ഇതേ ഇതാണ് ഇതിന്റെ ഉത്തരം. നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ? ആ രണ്ടാമത്തേതിനെ തല കുത്തനിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം, ഡിവിഷൻ നമുക്കറിയാത്തത്. അപ്പൊ ഡിവിഷന് പകരം എന്ത് ചെയ്താൽ മതി? തല കുത്തനിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താലേ അതിന്റെ ഉത്തരം കിട്ടും. ഇതിന്റെ ഉത്തരം എന്താ? 9/8. എന്ത് സിമ്പിൾ ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എങ്ങനെ ചെയ്യാ? ഇതിന്റെ ഉത്തരം ഇത് വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനും തമ്മിൽ ഡിവൈഡ് ചെയ്യാണല്ലേ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ആ മിക്സ്ഡ് ഫ്രാക്ഷനെ ഒരു സാധാരണ ഫ്രാക്ഷൻ ആക്കണം. മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെ ഫ്രാക്ഷൻ ആക്കുക അത് നമുക്കറിയാലോ. ആ ഫ്രാക്ഷൻ അതേപോലെ എടുത്ത് എഴുതുക, അതിലുള്ള ആ ഫ്രാക്ഷൻ അതേപോലെ എടുത്ത് എഴുതുക. ഒരു സാധാരണ സംഖ്യയും ഒരു ഫ്രാക്ഷൻ തമ്മിൽ അടുത്തടുത്ത് നിൽക്കണ മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പൊ അതിലുള്ള ഫ്രാക്ഷനും മാഷ് അതേപോലെ താഴോട്ട് എടുത്ത് എഴുതി. എന്നിട്ടോ ആ സാധാരണ സംഖ്യനെ ഫ്രാക്ഷന്റെ താഴെയായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഫ്രാക്ഷന്റെ താഴെയായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മുകളിലായിട്ട് കൂട്ടുക. മുകളിലായിട്ട് എന്ത് കൂട്ടുക? ആ സാധാരണ സംഖ്യനെ ഫ്രാക്ഷന്റെ താഴെയായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ 4നെ താഴെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ മുകളിലുള്ള 1 ആയിട്ട് കൂട്ടി. അത്രേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുക. അപ്പൊ ഇതെങ്ങനെ ഇത് ചെയ്താൽ എന്ത് കിട്ടും? 1 + 4 × 4 എന്താ? 4 × 4 എന്ന് വെച്ചാൽ 16 അല്ലെ? അപ്പൊ 1 + 4 × 4 1 + 16/4 അതേപോലെ ഇട്ട് കൊടുത്തു. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ 17/4. ഇതിനെ നമ്മള് ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ നമ്മൾ ഇതേ ഒരു ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതി. അപ്പൊ എന്താ കിട്ടിയത്? 17/4 എന്ന് കിട്ടി. 17/4. അപ്പൊ ഇതെന്താ? 17/4. ഇനി സിമ്പിൾ ആണല്ലോ. ഇതൊരു ഫ്രാക്ഷൻ ആയാലപ്പോ ഇനിയിപ്പോ ഒരു ഫ്രാക്ഷനും തമ്മിൽ ഡിവൈഡ് ചെയ്യലായി. ഫ്രാക്ഷനും തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം എങ്ങനെ? രണ്ടാമത്തേതിനെ തല കുത്തനിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ടാമത്തേതിനെ തല കുത്തനിട്ട് ഇത് മുകളിലുള്ളത് താഴെയും താഴെയുള്ളത് മുകളിൽ എന്നുള്ള രീതിയിൽ അതിനെ തല കുത്തനിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഒരു ഭിന്നസംഖ്യയെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെ? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വെറുതെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യലാണോ? അല്ല, രണ്ടാമത്തേതിനെ തല കുത്തനെ എടുത്തിട്ട് രണ്ടാമത്തേതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 17 × 3 51. 4 × 2 8. ഇതിന് ഉത്തരം നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടി. എന്താ ഉത്തരം? 51/8. ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെറുതാക്കി എഴുതാൻ അറിയുന്ന മക്കളൊക്കെ ഉണ്ടാവും. അവരെല്ലാരും ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെറുതാക്കി എഴുതാൻ മറക്കരുത് കേട്ടോ. മാഷ് നേരത്തെ ഹോംവർക്ക് ആരും മറക്കണ്ട. ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എല്ലാ മക്കളും കമന്റ് ബോക്സിൽ ഇടുക. അതേപോലെ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നാലേ നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ മാഷ് എക്സാമിന്റെ തലേ ദിവസം ലൈവ് വരുന്നുണ്ട്. എല്ലാ മക്കളും എല്ലാ ഫ്രണ്ട്സിനും കൂട്ടിയിട്ട് കൃത്യസമയത്ത് ലൈവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എല്ലാ മക്കളും കൃത്യസമയത്ത് ലൈവിലോട്ട് വരിക. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിനും 1 മാർക്ക് പോലും പോലാന്ന് ഉറപ്പിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, എല്ലാ ഫ്രണ്ട്സിനും കൂട്ടി വരിക. ഇനി നമുക്ക് ലൈവിൽ കാണാം കേട്ടോ. ബൈ.